Dear students, next we are going to discuss some of the problems from third module related to two-dimensional transformation. Okay, so first problem, write a 2 by 2 transformation matrix for each of the following rotation about the origin. Write a 2 by 2 transformation rotation matrix, and here the rotation is about the origin. The first one is counterclockwise by pi, that is 180 degree, and the second one is clockwise rotation by pi by 2, that is 90 degree. ഓക്കെ, അപ്പം നമ്മൾ റൊട്ടേഷൻ മാട്രിക്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. റൊട്ടേഷൻ മാട്രിക്സ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചത് കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ, സൈൻ തീറ്റ, കോസ് തീറ്റ. അപ്പം നമ്മൾ പഠിച്ച റൊട്ടേഷൻ മാട്രിക്സ് എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് റൊട്ടേഷന് വേണ്ടിയുള്ള മാട്രിക്സ് ആണ്. ക്ലോക്ക് വൈസ് റൊട്ടേഷന് വേണ്ടിയുള്ള മാട്രിക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമേ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ പഠിക്കാം. ഫോർ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ, ദ റൊട്ടേഷൻ ആംഗിൾ ഈസ് കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ, സൈൻ തീറ്റ, കോസ് തീറ്റ. ഹിയർ നമ്മൾ പറഞ്ഞിട്ടുള്ളത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ബൈ പൈ ബൈ 2 ആണ്. സോ തീറ്റ ഈസ് ഇക്വൽ ടു പൈ ബൈ 2. സോ ആർ തീറ്റ, ദറ്റ് ഈസ് ആർ പൈ ബൈ 2 ഈക്വൽസ് കോസ് പൈ ബൈ 2 മൈനസ് സൈൻ പൈ ബൈ 2, സൈൻ പൈ ബൈ 2, കോസ് പൈ ബൈ 2. അപ്പോൾ നിങ്ങൾ കോസ് 90യുടെ ആൻഡ് സൈൻ 90യുടെ ആൻസർ വെച്ചിട്ട് റൊട്ടേഷൻ മാട്രിക്സ് ക്രിയേറ്റ് ചെയ്യുക. 0 -1 1 0. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് കൗണ്ടർ ക്ലോക്ക് വൈസ്. കൗണ്ടർ ക്ലോക്ക് വൈസിൻ്റെ കേസിൽ ഒരു റൊട്ടേഷൻ മാട്രിക്സിൽ ഒരു ചെറിയ ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ. അതായത് നമ്മൾ ഡെഫിനേഷൻ്റെ കേസിൽ റൊട്ടേഷൻ്റെ ഡെഫിനേഷൻ്റെ കൂടെ പഠിച്ച റൊട്ടേഷൻ മാട്രിക്സ് ക്ലോക്ക് വൈസിൻ്റെയാണ്. അതിൽ സൈൻ വാല്യൂ സൈൻ തീറ്റയുടെ സൈൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതി കഴിഞ്ഞാൽ അത് എന്താവും? കൗണ്ടർ ക്ലോക്ക് വൈസിൻ്റെ റൊട്ടേഷൻ മാട്രിക്സ് ആവും. സോ കൗണ്ടർ ക്ലോക്ക് വൈസിൻ്റെ റൊട്ടേഷൻ മാട്രിക്സ് കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ. ഹിയർ തീറ്റ ഈസ് ഇക്വൽ ടു 180 ഡിഗ്രി, ദറ്റ് ഈസ് പൈ. ദെൻ so the answer rotation matrix is cos pi sin pi minus sin pi cos pi. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 180 കോസ് 180 സൈൻ 180 ഡിഗ്രിയുടെ ആൻസേഴ്സ് ആണ് വേണ്ടത്. സോ -1 0 0 -1. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദെൻ ഗോയിങ് ടു സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ മെട്രിക്സ് ദാറ്റ് റെപ്രസെൻറ്റ്സ് റൊട്ടേഷൻ ഓഫ് എൻ ഒബ്ജെക്റ്റ് ബൈ 45 degree about the origin. What are the new coordinates of the point P 2 -4 after the rotation? Okay, so the question is we have to find the matrix. The first question is we have to find the matrix that represents a rotation of an object by 45 degree about the origin, and the second question is find the new coordinates of the point P 2 -4 after the rotation. Okay, okay, സോ ഹിയർ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് റൊട്ടേഷൻ ബൈ 45 ഡിഗ്രി എബൌട്ട് ദ ഒറിജിൻ, അതിൻ്റെ റൊട്ടേഷൻ മെട്രിക്സ് എഴുതണം. ദെൻ ഒരു പോയിൻറ്റ്, സിംഗിൾ പോയിൻ്റ് ആണ് 2 -4. ആ പോയിൻറ്റിനെ 45 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ന്യൂ പോയിൻ്റ് ആണ് നമുക്ക് വേണ്ടത്. അതായത് ഇവിടെ നമുക്ക് സെക്കൻഡ് പ്രോബ്ലത്തിൽ ചെയ്യേണ്ടത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പി ഡാഷ് ഈക്വൽ ടു ആർ തീറ്റ ഇൻറ്റു പി. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമേ ഇവിടെ തീറ്റയുടെ വാല്യൂ 45 ഡിഗ്രിയാണ്. ആർ 45 ഡിഗ്രി എന്താണെന്നുള്ള മെട്രിക്സ് എഴുതണം. ദെൻ നമുക്ക് പിയുടെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് 2 -4. ആ 2 -4നകത്തോട്ട് നമ്മൾ റൊട്ടേഷൻ മെട്രിക്സ് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന പി ഡാഷിനെ കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഫസ്റ്റ് റൊട്ടേഷൻ മെട്രിക്സ് എന്ന് പറയുന്നത് കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ, സൈൻ തീറ്റ, കോസ് തീറ്റ. അവിടെ തീറ്റയുടെ പ്ലേസിൽ 45 ഡിഗ്രി കൊടുക്കുക. സോ the answer is 1/√2 minus 1/√2, then 1/2, 1/√2, 1/√2. cos 45 എന്ന് പറയുന്നത് 1/√2 ആണ്. സോ 1/√2 minus 1/√2, 1/√2, 1/√2. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടി. ഓക്കെ, ദെൻ the next part is find the new coordinates. അതായത് റൊട്ടേഷൻ കഴിഞ്ഞിട്ടുള്ള പി എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ഉണ്ട്, 2 -4 ആണ്. ആ 2 -4നെ 45 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ന്യൂ പോയിൻറ്റ്സ്. ഓക്കെ, അപ്പം നമ്മളത് എഴുതുന്നുണ്ട്. ഫസ്റ്റ് നമ്മുടെ ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഫസ്റ്റ് നമ്മുടെ മെട്രിക്സ് എഴുതുക, അതായത് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ എഴുതി മെട്രിക്സ് എഴുതുക. ദെൻ ആ പോയിൻ്റ് എഴുതുക 2 -4. സോ അതിനെ നമുക്ക് മട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 2 + 2√2 and √2 - 2√2. ഓക്കെ, സോ
the final new coordinates are first coordinate is this, second coordinate is this. So root 2 plus 2 root 2, root 2 minus 2 root 2. അതാണ് new coordinates of P dash after rotation by 45 degree about the origin. Okay, then next question. A triangle is defined by 2, 2, 4, 2, 4, 4. That means this is the triangle. First point is 2, 2, second point is 4, 2, and the third point is 4, 4. This is the first point, this is the second point, this is the third point. Okay, so the triangle is defined by 2, 2, 4, 2, and 4, 4. Find the transform coordinates after the following transformation. Find the new coordinates after the following transformation. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് രണ്ട് ട്രാൻസ്ഫോർമേഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് 90 ഡിഗ്രി റൊട്ടേഷൻ എബൌട്ട് ഒറിജിൻ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് റിഫ്ലക്ഷൻ എബൌട്ട് ദ ലൈൻ y ഈക്വൽ ടു -x. ഇവിടെ രണ്ട് ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞിട്ടുണ്ട് ഈ ട്രയാങ്കിളിൽ. അപ്പോൾ രണ്ട് ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള ഫൈനൽ ട്രയാങ്കിളാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അതിൻ്റെ പോയിൻറ്റ്സ് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് രണ്ട് സെപ്പറേറ്റ് ചെയ്യാം. അതായത് ഈ ട്രയാങ്കിളിനെ ഫസ്റ്റ് നമ്മൾ ഒന്നിൽ കൂടുതൽ ട്രാൻസ്ഫോർമേഷൻസ്, അതായത് കോമ്പോസിറ്റ് ട്രാൻസ്ഫോർമേഷൻ വരുമ്പോൾ ഹോമോജിനസ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഹോമോജിനസ് റെപ്രസെൻറ്റേഷൻ മീൻസ് 2, 2നെ നമ്മൾ 2, 2, 1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. അതായത് ഹോമോജിനസ് ട്രാൻസ്ലേഷൻ മീൻസ് ഓരോ XYനെ നമ്മൾ XY1 എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. 3x3 മെട്രിക്സ് ആകുമ്പോൾ 4, 2നെ 4, 2, 1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. 4, 4നെ 4, 4, 1 എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, സോ നമുക്ക് ഒന്നുകിൽ ഈ പറഞ്ഞ 2, 2, 1, 4, 2, 1 ആൻഡ് 4, 4, 1നെ ഫസ്റ്റ് 90 ഡിഗ്രി റൊട്ടേഷൻ മെട്രിക്സ് അപ്ലൈ ചെയ്യാം. ദെൻ സെക്കൻഡ് ഇതേ പോയിൻറ്റിലോട്ട് തന്നെ റിഫ്ലക്ഷനും അപ്ലൈ ചെയ്യാം. ഓക്കെ, ഈ പോയിൻറ്റിലോട്ട് റിഫ്ലക്ഷൻ ചെയ്യാം. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒന്നുകിൽ നമുക്ക് ഈ പോയിൻറ്റിലോട്ട് ഫസ്റ്റ് റൊട്ടേഷൻ അപ്ലൈ ചെയ്യാം. കിട്ടുന്ന റിസൾട്ടിൽ വീണ്ടും നമുക്ക് റിഫ്ലക്ഷൻ അപ്ലൈ ചെയ്യാം. രണ്ട് സ്റ്റെപ്പായിട്ട് ചെയ്യാം. അതിനെക്കാട്ടി കുറച്ചും കൂടെ സിമ്പിൾ ഇൻ്റർമീഡിയറ്റ് കാൽക്കുലേഷൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്, നമ്മൾ കോമ്പോസിറ്റ് ട്രാൻസ്ഫോർമേഷനിൽ പഠിച്ചതുപോലെ ഈ പറഞ്ഞ രണ്ട് ട്രാൻസ്ഫോർമേഷൻ്റെയും മെട്രിക്സ് നമ്മൾ കമ്പൈൻ ചെയ്ത് നമുക്കൊരു റിസൾട്ടൻറ്റ് മെട്രിക്സ് കിട്ടും. ആ റിസൾട്ടൻറ്റ് മെട്രിക്സിനെടുത്ത് നമ്മുടെ ഇനിഷ്യൽ പോയിൻറ്റിലോട്ട് അപ്ലൈ ചെയ്യാം. വൺസ് മോർ നമ്മളിവിടെ ചെയ്യുന്നത് രണ്ട് ട്രാൻസ്ഫോർമേഷനാണ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ ട്രയാങ്കിളിനകത്തോട്ട് ഫസ്റ്റ് നമ്മുടെ റൊട്ടേഷൻ്റെ മെട്രിക്സ് അപ്ലൈ ചെയ്യുക, ഒരു റിസൾട്ട് കിട്ടും. ആ റിസൾട്ടിലോട്ട് നമുക്ക് റിഫ്ലക്ഷൻ്റെ മെട്രിക്സ് അപ്ലൈ ചെയ്ത് ഫൈനൽ കോർഡിനേറ്റ്സ് കിട്ടും. ഓക്കെ, സോ കുറച്ചും കൂടെ എഫിഷ്യൻറ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ രണ്ട് ട്രാൻസ്ഫോർമേഷൻ്റെയും അതായത് 90 ഡിഗ്രി റൊട്ടേഷൻ്റെയും റിഫ്ലക്ഷൻ എബൌട്ട് ദ ലൈൻ y ഈക്വൽ ടു -x എന്ന് പറയുന്നത് രണ്ട് ട്രാൻസ്ഫോർമേഷൻ്റെയും മെട്രിക്സിനെ കമ്പൈൻ ചെയ്യുക. കിട്ടുന്ന റിസൾട്ടൻറ്റ് മെട്രിക്സിനെ എടുത്ത് നമ്മുടെ ട്രയാങ്കിളിനകത്തോട്ട് കോർഡിനേറ്റ്സിനകത്തോട്ട് അപ്ലൈ ചെയ്ത് നമ്മുടെ ഫൈനൽ വാല്യൂവിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് അപ്പോൾ 90 ഡിഗ്രി റൊട്ടേഷൻ്റെ മെട്രിക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 90 ഡിഗ്രി റൊട്ടേഷൻ്റെ മെട്രിക്സ് എന്ന് പറയുന്നത് റൊട്ടേഷൻ്റെ 3/3 മെട്രിക്സ് കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ 0 സൈൻ തീറ്റ കോസ് തീറ്റ 0 0 0 1 ആണ് റൊട്ടേഷൻ്റെ 3/3 മെട്രിക്സ്. സോ 90 ഡിഗ്രി കൊടുത്തു, ആ 90 ഡിഗ്രി ഈക്വൽ ടു കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ 0 സൈൻ തീറ്റ കോസ് തീറ്റ 0 0 0 1 തീറ്റ ഡബിൾ 90 ഡിഗ്രി കൊടുക്കുക. ആൻസർ here answer cos 90 0 minus sin 90 minus 1 then 0 sin 90 1 cos 90 0 0 0 0 1. This is the rotation by 90 degree. Then next is reflection matrix along y equal to -6. So നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് 0 -1 0 -1 0 0 0 0 1. അപ്പോൾ ഇതാണ് രണ്ട് ട്രാൻസ്ഫോർമേഷൻ്റെ മെട്രിക്സ്. അപ്പോൾ നമുക്കറിയാം നമുക്കൊരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിനകത്തൊരു ഫസ്റ്റ്
ട്രാൻസ്ഫോർമേഷൻ എഴുതുക, അതായത് റൊട്ടേഷൻ ബൈ 90 ഡിഗ്രി. ദെൻ സെക്കൻഡ് റിഫ്ലക്ഷൻ്റെ മെട്രിക്സ് എഴുതുക. നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് എഴുതുന്നത്. സോ റൊട്ടേഷൻ്റെ റിഫ്ലക്ഷൻ്റെ മെട്രിക്സ് നമ്മൾ ആദ്യമേ എഴുതി വരുമ്പോൾ ആദ്യം റിഫ്ലക്ഷൻ്റെയും ദെൻ റൊട്ടേഷൻ്റെയും ആയിരിക്കും വരുന്നത്. മനസ്സിലായോ? നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് എഴുതേണ്ടത്. സോ റൊട്ടേഷൻ മെട്രിക്സ് എഴുതിയിട്ട് ദെൻ റൊട്ടേഷൻ മെട്രിക്സ് എഴുതിയിട്ട് അതിൻ്റെ ലെഫ്റ്റിലോട്ട്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് എന്ന് പറയുമ്പോൾ ലെഫ്റ്റിലാണ് റിഫ്ലക്ഷൻ മെട്രിക്സ് എഴുതുന്നത്. ദെൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ തന്നെ ഫസ്റ്റ് മെട്രിക്സ് ഇതും സെക്കൻഡ് മെട്രിക്സ് ഇതുമാണ്. സോ എഴുതുമ്പോൾ തെറ്റിപ്പോകരുത്. നമ്മൾ മെട്രിക്സ് എഴുതുമ്പോൾ ആദ്യത്തെ ട്രാൻസ്ഫോർമേഷൻ്റെ മെട്രിക്സ് എഴുതുക, അതിൻ്റെ ലെഫ്റ്റിലോട്ട് വേണം അടുത്ത ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് എഴുതാം. ഇനിയൊരു ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ഉണ്ടെങ്കിൽ അത് വീണ്ടും ലെഫ്റ്റിലോട്ട് എഴുതും. സോ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് എഴുതി പോകണം. ദെൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യൂഷ്വലി ചെയ്യുന്ന പോലെ തന്നെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ രണ്ട് റിഫ്ലക്ഷൻ്റെ മെട്രിക്സും റൊട്ടേഷൻ്റെ മെട്രിക്സും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടൻറ്റ് മെട്രിക്സ് ഇതാണ്. ദെൻ ഈ റിസൾട്ടൻറ്റ് മെട്രിക്സ് ആണ് നമ്മുടെ ട്രയാങ്കിളിനകത്തോട്ട് അപ്ലൈ ചെയ്യുന്നത്. ട്രയാങ്കിളിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 2 2 1 4 2 1 4 4 1. സോ ഫൈനലി നമ്മൾ ഈ ട്രയാങ്കിളിൻ്റെ മെട്രിക്സിനകത്തോട്ട് നമ്മുടെ റിസൾട്ടൻറ്റ് മെട്രിക്സ് അപ്ലൈ ചെയ്യുമ്പോൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ വഴി നമുക്ക് പോയിൻറ്റ്സ് കിട്ടി. സോ ദ ന്യൂ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് -2 2 -4 2 -4 4. ഓക്കെ, ദിസ് ഈസ് ദ ന്യൂ പോയിൻറ്റ്സ്. സോ next question, rotate a triangle A00, B22, C42. These are the 3 points of the triangle about the origin and about P -2 -2 by an angle of 45 degree. So here നമ്മൾ ട്രയാങ്കിളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 00 ഒരു പോയിൻറ്റ് അതിനെ 001 എന്ന് റെപ്രസെൻറ്റ് ചെയ്യും, 22 ഒരു പോയിൻറ്റ് അതിനെ 221 എന്ന് റെപ്രസെൻറ്റ് ചെയ്യും, 42 ഒരു പോയിൻറ്റ് അതിനെ 421 എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ റൊട്ടേഷനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പെർഫോം ചെയ്യുന്നത് 2 കോമ്പോസിറ്റ് റൊട്ടേഷൻസ് അല്ല, 2 റൊട്ടേഷൻസ് അല്ല നമ്മളിവിടെ പെർഫോം ചെയ്യുന്നത്. ഫസ്റ്റ് ഒരു ട്രയാങ്കിളിനെ റൊട്ടേഷൻ എബൌട്ട് ദ ഒറിജിൻ ആണ് പെർഫോം ചെയ്യുന്നത്. ദെൻ ആ ട്രയാങ്കിളിൽ തന്നെ, അതായത് ഫസ്റ്റ് നമ്മൾ ഈ ട്രയാങ്കിളിൽ റൊട്ടേഷൻ എബൌട്ട് ദ ഒറിജിൻ പെർഫോം ചെയ്യണം. ദെൻ ഈ ട്രയാങ്കിളിൽ തന്നെയാണ് പിവോട്ട് പോയിൻറ്റിനെ ബേസ് ചെയ്ത്, പിവോട്ട് പോയിൻറ്റിനെ ബേസ് ചെയ്ത് മീൻസ് നമ്മൾ ജനറൽ പിവോട്ട് പോയിൻറ്റ് റൊട്ടേഷനും കൂടെ പെർഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ വന്നിരുന്നത് ട്രയാങ്കിൾ ഡിഫൈൻ, ഫൈൻഡ് ദ ട്രാൻസ്ഫോംഡ് കോർഡിനേറ്റ്സ് ആഫ്റ്റർ ദ ഫോളോയിങ് ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ ആഫ്റ്റർ ദ ഫോളോയിങ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ അത് മീൻ ചെയ്യുന്നത് നമ്മളവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ള 2 ട്രാൻസ്ഫോർമേഷനും കഴിഞ്ഞിട്ടുള്ള ഫൈനൽ മെട്രിക്സ് ആണ് നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഫൈനൽ കോർഡിനേറ്റ്സ് ആണ്. അവിടെ കോമ്പോസിറ്റ് ട്രാൻസ്ഫോർമേഷനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ആദ്യം നമ്മൾ ട്രയാങ്കിളിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യണം, ദെൻ ആ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ട്രയാങ്കിളിനെ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യണം. അതായിരുന്നു ഇവിടുത്തെ ക്വസ്റ്റ്യൻ. സോ നമുക്ക് 2 ട്രാൻസ്ഫോർമേഷനും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ റിസൾട്ടൻ്റ് എടുത്തു ട്രയാങ്കിളിനകത്തോട്ട് അപ്ലൈ ചെയ്താൽ മതിയായിരുന്നു. ദെൻ ബട്ട് നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിനെ, ഒരു ട്രയാങ്കിളുണ്ട്, ആ ട്രയാങ്കിളിൽ നമ്മൾ ഫസ്റ്റ് റൊട്ടേഷൻ എബൌട്ട് ദ ഒറിജിൻ പെർഫോം ചെയ്യണം. ദെൻ ആ ട്രയാങ്കിളിൽ തന്നെ നമ്മൾ റൊട്ടേഷൻ, പിവോട്ട് പോയിൻറ്റ് റൊട്ടേഷൻ ചെയ്യുമ്പോൾ എന്താണ്, രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വേണം ചെയ്യാൻ. അതായത് ഫസ്റ്റ് വി ഹാവ് എ ട്രയാങ്കിൾ, റൊട്ടേഷൻ എബൌട്ട് ഒറിജിൻ, ദെൻ ആ സെയിം ട്രയാങ്കിളിനെ തന്നെ റൊട്ടേഷൻ, ജനറൽ പിവോട്ട് പോയിൻറ്റ് റൊട്ടേഷനും പെർഫോം ചെയ്യണം. 1 by 1 ആയിട്ടല്ല പെർഫോം ചെയ്യേണ്ടുന്നത്. സെയിം 0 0 2 2 4 2 എന്ന് പറയുന്ന ആ വാല്യൂവിൽ തന്നെ ആദ്യമേ അതിനകത്ത് റൊട്ടേഷൻ എബൌട്ട് ദ ഒറിജിൻ്റെ മെട്രിക്സ് അപ്ലൈ ചെയ്യണം. ദെൻ ജനറൽ പിവോട്ട് പോയിൻറ്റ് റൊട്ടേഷൻ്റെ മെട്രിക്സും അപ്ലൈ ചെയ്യണം. കോമ്പോസിറ്റ് ട്രാൻസ്ഫോർമേഷനായിട്ടല്ല, 1 by 1 ആയിട്ടല്ല ഇതിനകത്ത് ചെയ്യുന്നത്. ഇപ്പോൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. ആഫ്റ്റർ ദ ഫോളോയിങ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാം ഒരു ഒബ്ജക്റ്റിൽ ആദ്യം ചെയ്യുക, ദെൻ കിട്ടുന്ന റിസൾട്ടനിൽ അടുത്തത് ചെയ്യുക, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ അങ്ങനെയല്ല കിട്ടുന്ന, അതായത് ആദ്യം ഒരു ഓപ്പറേഷൻ ചെയ്തിട്ട്, അതായത് ആദ്യത്തെ റൊട്ടേഷൻ ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ടൻ്റിലല്ല രണ്ടാമത്തെ റൊട്ടേഷൻ ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം പറഞ്ഞ അതേ ഒബ്ജക്റ്റിൽ തന്നെയാണ് ആദ്യത്തെ റൊട്ടേഷൻ ചെയ്യുക. സെക്കൻഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഒബ്ജക്റ്റിൽ തന്നെ നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ റൊട്ടേഷനും ജനറൽ പിവോട്ട് പോയിൻറ്റ് റൊട്ടേഷനും പെർഫോം ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് റൊട്ടേഷൻ എബൌട്ട് ദ ഒറിജിൻ. Rotation about the origin means rotation angle is r45 equal to cos 45 minus sin 45 sin 45 cos 45. ഇപ്പോൾ റൊട്ടേഷൻ മെട്രിക്സ് നമുക്ക് കിട്ടി. ദെൻ
കോർഡിനേറ്റ്സ് ഓഫ് ദ ട്രയാങ്കിൾ ആഫ്റ്റർ ദ റൊട്ടേഷൻ. അപ്പോൾ നമ്മൾ ആ റൊട്ടേഷൻ മെട്രിക്സ് എഴുതണം, ട്രയാങ്കിളിൻ്റെ മെട്രിക്സ് എഴുതണം, റിസൾട്ടൻറ്റ് മെട്രിക്സ് കിട്ടി. അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് ഈ √2 പകരം പോയിൻ്റ് വാല്യൂ എഴുതി ആ പോയിൻ്റ് വാല്യൂ അപ്ലൈ ചെയ്താലും മതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് റൊട്ടേഷൻ അബൌട്ട് ദ പർട്ടിക്കുലർ പിവോട്ട് പോയിൻ്റ്. അപ്പോൾ നമ്മളിവിടെ ജനറൽ പിവോട്ട് പോയിൻ്റ് റൊട്ടേഷൻ്റെ ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം ജനറൽ പിവോട്ട് പോയിൻ്റ് റൊട്ടേഷൻ 3 സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ട്രാൻസ്ലേഷൻ പെർഫോം ചെയ്യുക യൂസിങ് ദ പിവോട്ട് പോയിൻറ്റ്സ്, ദെൻ റൊട്ടേഷൻ പെർഫോം ചെയ്യുക, ദെൻ ഇൻവേഴ്സ് ട്രാൻസ്ലേഷൻ പെർഫോം ചെയ്യുക. അപ്പോൾ നമ്മളവിടുത്തെ മെട്രിക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ ട്രാൻസ്ലേഷൻ പെർഫോം ചെയ്യും. അപ്പോൾ ഇവിടെ -2 എന്ന് പറയുന്നത് ഒറിജിനിലോട്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ജനറൽ പിവോട്ട് പോയിൻ്റ് റൊട്ടേഷൻ നമ്മൾ പഠിച്ചു. ഫസ്റ്റ് വി ഹാവ് ടു ട്രാൻസ്ലേറ്റ് ദ പിവോട്ട് പോയിൻ്റ് ടു ഒറിജിൻ. അപ്പോൾ -2 0 കൊണ്ടുവരുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, +2 ചെയ്താണ് 0 കൊണ്ടുവരുന്നത്. സോ അവിടുത്തെ ട്രാൻസ്ലേഷൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 ആണ്. അത് അപ്ലൈ ചെയ്യുക. ദെൻ റൊട്ടേഷൻ്റെ എബൌട്ട് 45 ഡിഗ്രി അത് അപ്ലൈ ചെയ്യുക. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻവേഴ്സ് ട്രാൻസ്ലേഷൻ. ഇൻവേഴ്സ് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻവേഴ്സ് എടുക്കുക. ദാറ്റ് മീൻസ് 0യിൽ നിന്ന് നമുക്ക് -2 പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ -2 തന്നെയാണ് ട്രാൻസ്ലേഷൻ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുക. ഓക്കെ, സോ ഫസ്റ്റ് നമ്മുടെ പോയിൻറ്റ് -2 ആണെന്നുണ്ടെങ്കിൽ അതിനെ ഒറിജിനിലോട്ട് നമ്മൾ കൊണ്ടുവരണം. ദാറ്റ് മീൻസ് ഇവിടെ ആയിരിക്കും നമ്മുടെ പോയിൻറ്റ്. ആ പോയിൻറ്റിനെ ഒറിജിനിലോട്ട് കൊണ്ടുവരുമ്പോൾ +2 നമ്മൾ ചെയ്തു. ദെൻ അതിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്തു. ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ എങ്കിൽ ഫസ്റ്റ് നമ്മളതിനെ ഇവിടോട്ട് കൊണ്ടുവരും. ദെൻ 45 ഡിഗ്രി ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ആവും. ദെൻ നമ്മൾ വീണ്ടും അതിനെ എന്ത് ചെയ്യണം, വൺസ് മോർ ഫസ്റ്റ് ഇതായിരുന്നു നമ്മുടെ പോയിൻറ്റ്. ആ പോയിൻറ്റ് ട്രയാങ്കിൾ, ആ പോയിൻറ്റിന് നമ്മൾ ഇവിടോട്ട് കൊണ്ടുവന്നു. ദെൻ അതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് 45 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. ദെൻ വീണ്ടും നമ്മൾ ഈ ഒരു പൊസിഷനിലോട്ട് കൊണ്ടുവരണമെങ്കിൽ -2 ചെയ്യണം. ഓക്കെ, സോ ഫസ്റ്റ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇത്, ദെൻ റൊട്ടേഷൻ മെട്രിക്സ്, ദെൻ ട്രാൻസ്ലേഷൻ മെട്രിക്സ്. അപ്പോൾ ആദ്യമേ ഇതേ ഇൻറ്റു ഇതേ കിട്ടുന്ന റിസൾട്ട് ഇൻറ്റു ദിസ് മെട്രിക്സ്. ഫൈനലി ഈ മെട്രിക്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ആ മെട്രിക്സ് ആണ് നമ്മൾ എടുത്ത് നമ്മുടെ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ 0 0 1 2 2 4 2 1 തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. നമ്മുടെ ഫസ്റ്റ് റൊട്ടേഷൻ എബൌട്ട് ദ ഒറിജിനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ട്രയാങ്കിളിൻ്റെ ഒറിജിനൽ കോർഡിനേറ്റ്സ് ഇനിഷ്യൽ കോർഡിനേറ്റ്സ് ആണ്. ദെൻ ആ ഇനിഷ്യൽ കോർഡിനേറ്റ്സിലോട്ട് തന്നെയാണ് നമ്മുടെ ജനറൽ പിവോട്ട് പോയിൻ്റ് റൊട്ടേഷൻ്റെ മെട്രിക്സും അപ്ലൈ ചെയ്യുന്നത്. സോ ദ ഫൈനൽ വാല്യൂ ഈസ് -2 2 √2 -2 -2 4 √2 -2 -√2 -2 5 √2 -2. ഓക്കെ, സോ ആഫ്റ്റർ ദ ഫോളോയിങ് ട്രാൻസ്ഫോർമേഷൻസ് എന്ന് പറഞ്ഞ് ചോദിക്കുവാണെങ്കിൽ നമുക്ക് ആ ട്രാൻസ്ഫോർമേഷൻസിൻ്റെ എല്ലാ മെട്രിക്സും കൂടെ കമ്പൈൻ ചെയ്തിട്ട് റിസൾട്ടൻറ്റ് മെട്രിക്സ് എടുത്ത് ഇനിഷ്യൽ ഒബ്ജക്റ്റിനകത്തോട്ട് ആഡ് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ബട്ട് റൊട്ടേറ്റ് ദ മെട്രിക്സ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന പോലെ റൊട്ടേറ്റ് ഒബ്ജക്റ്റ് എബൌട്ട് ദ ഒറിജിൻ ആൻഡ് എബൌട്ട് പിവോട്ട് പോയിൻറ്റ് ബൈ ആൻ ആംഗിൾ 45 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമ്മുടെ ആ സെയിം വാല്യൂ തന്നെ സെപ്പറേറ്റ് ആയിട്ട് 2 മെട്രിക്സ് അപ്ലൈ ചെയ്യാം. ഓക്കെ, താങ്ക് യു.